ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് NGO ക്വാർട്ടേഴ്സിലാണ്. എൻ്റെ തൊട്ടുപുറകെ കാണുന്ന ഈ റൗണ്ട് ബോട്ടമാണ് NGO ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവിടുന്ന് ഞാൻ നിൽക്കുന്ന ഡയറക്ഷനിൽ നോക്കിയാൽ ഞാൻ എറണാകുളത്തേക്ക് പോകുന്ന റൂട്ടാണ്. തൊട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ആണെന്നുണ്ടെങ്കിൽ കാക്കനാട് പോകുന്ന റൂട്ടാണ്. ഇവിടെ നിന്നും വാക്കബിൾ ഡിസ്റ്റൻസിലായിട്ട് വെറും 55 ലക്ഷം രൂപക്ക് ഒരു കിടിലൻ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട്, കലൂർ ഭാഗങ്ങളിലൊക്കെ ആയിട്ട്, കാക്കനാട് ഭാഗങ്ങളായിട്ട് മെയിൻലി ഇൻഫോ പാർക്ക് ഏരിയയിൽ 2 ബെഡ്റൂമിന്റെ അപ്പാർട്ട്മെന്റ്സ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നെങ്കിൽ അങ്ങനെയെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടോളൂ. നമ്മൾക്ക് ഇന്ന് ഒരു 2.5 സെന്റ് സ്ഥലത്ത് 900 സ്ക്വയർ ഫീറ്റിന്റെ 2 ബെഡ്റൂമിന്റെ ഒരു ക്ലീൻ അടിപൊളി വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. NGO ക്വാർട്ടേഴ്സിലാണ്. അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്നും NGO ക്വാർട്ടേഴ്സിലേക്ക് വെറും നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്ന എൻ്റെ പുറകിൽ കാണുന്നതാണ് ഈ വീട്. അപ്പോൾ കാണാം. ഈ കാണുന്നതാണ് കാർ പാർക്കിംഗ് വരുന്നത്. അത്യാവശ്യം ഒരു സെഡാൻ കാർ ഇടാൻ പാകത്തിനുള്ള വലിപ്പത്തിലുള്ള ഒരു കാർ പാർക്കിംഗ് ആണ്. ഈ സൈഡിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു മിനി ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വിശാലമായിട്ടുള്ള 2 ടൂ വീലർ വിൽക്കാൻ പാകത്തിനുള്ള സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആ സൈഡിൽ നമുക്ക് നോക്കിയാൽ വാട്ടർ കണക്ഷൻ്റെ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് 2.5 സെന്റിൽ 900 സ്ക്വയർ ഫീറ്റിന്റെ 2 ബെഡ്റൂം ആയിട്ടുള്ള നല്ല ഒന്നാന്തരം ഒരു വീടാണ്. ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ പണിതിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ വീടിന്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. കയറുമ്പോൾ നമുക്കൊരു ഇതാണ് സ്റ്റെപ്പ് വരുന്നത്. ഈ സ്റ്റെപ്പിന്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഇൻലൈൻ എന്താ പറയാ, ഒരു പ്ലാന്റേഷൻ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു മിനി ഗാർഡനുള്ളൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡോർസ് വരുന്നത്. 2 ഡോറുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാവ് കൊണ്ട് പണിതിട്ടുള്ള ഒരു ഡോർസ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മിനിമൽ സ്ഥലമുള്ളൂ. ആ മിനിമൽ രീതിയിലാണ് ഇത് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ലിവിങ് ഏരിയ ഒരു കമ്പൈൻ എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. തൊട്ട് സൈഡിൽ ഒരു വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെയാണ് നമുക്കൊരു സ്റ്റെയർ വരുന്നുണ്ട്. ഇതാണ് സ്റ്റെയറിന്റെ. ഇവിടെ നമുക്കൊരു TV യൂണിറ്റ് ഏരിയ ഈ സൈഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ നിൽക്കുമ്പോൾ ഡേ ടൈം ആണ് നിൽക്കുന്നത്. 2 വിൻഡോസ് ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ വെളിച്ചം ഇവിടെ കയറുന്നുണ്ട്. തൊട്ട് സൈഡിൽ ഒരു ഇറിഗേഷന്റെ ഒരു കനാല് പോകുന്നുണ്ട്. വേസ്റ്റേജ് അങ്ങനെ പോകുന്ന കനാലല്ല, വെള്ളത്തിന്റെ മാത്രത്തിലുള്ള ഒരു കനാലാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് താഴെ വരുന്നത് ഒരു ബെഡ്റൂമാണ് വരുന്നത്. തൊട്ട് സൈഡിലായിട്ട് കിച്ചണും വരുന്നുണ്ട്. ഇതാണ് കിച്ചൺ ഏരിയ. കിച്ചൺ ഏരിയ എല്ലാം കബോർഡ് ചെയ്ത് ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. ഇതാണ് തൊട്ട് സൈഡിൽ നമുക്കൊരു ഈ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ അത്യാവശ്യം ഒരു ചെറിയ മിനി കിച്ചൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആ സൈഡുണ്ട്. ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇതിന്റെ സ്വിച്ചസ് ഒക്കെ LEസിന്റെ സ്വിച്ചസ് ആണ് വെച്ചിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് വരുന്ന ബെഡ്റൂം വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ്. ബാത്റൂമിൽ ഫിറ്റിങ്സ് ഒന്നും ചെയ്തിട്ടില്ല, അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് തരുള്ളൂ. ഇതാണ് താഴത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. താഴെ ഒരു ബെഡ്റൂം, മേളിൽ ഒരു ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്താണ് നമ്മുടെ NGO കോട്ടേജ്, സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിന് ചുറ്റുപാടുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനുള്ള മാർക്കറ്റ് ഇതിന്റെ അടുത്ത് വെറും വാക്കബിൾ ഡിസ്റ്റൻസിലായിട്ട് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇൻഫോ പാർക്കിലേക്ക് ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. മെട്രോ സ്റ്റേഷൻ, അതായത് നമുക്ക് വരുന്ന മെട്രോ സ്റ്റേഷനിൽ നിന്നും പോയി ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീടുള്ളത്. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ സ്കൂളുകളാണെന്നുണ്ടെങ്കിൽ നൈപുണ്യ, അതേപോലെ തന്നെ അസീസി സ്കൂള്, അതേപോലെ തന്നെ ഭവൻസ് സ്കൂള്, ഇതെല്ലാം ഇതിന്റെ ചുറ്റുപാടായിട്ടുണ്ട്. കേന്ദ്ര വിദ്യാലയത്തിന്റെ സ്കൂളാണ്, KV ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ തൊട്ടടുത്തായിട്ടുണ്ട്. പിന്നെ പറയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ഹോസ്പിറ്റലാണ് നമ്മുടെ സൺറൈസ് ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, എല്ലാ കാര്യങ്ങളും ഇതിന്റെ ചുറ്റുപാടായിട്ടുണ്ട്. പിന്നെ അടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ
മെയിൻലി എനിക്ക് പറയാനുള്ളത് വെച്ചാൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. ഇവിടുന്ന് വെറും വാക്കബിൾ ഡിസ്റ്റൻസിലാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളത്. അപ്പൊ ഇതൊരു പ്രൈം ലൊക്കേഷനാണ്. ഒരു പ്രൈം ലൊക്കേഷൻ ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 55 ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നുള്ളൂ ഈ പ്രോപ്പർട്ടി. 55 ലക്ഷം രൂപക്ക് നമ്മളൊരു നോർമലി ഒരു സെക്കൻഡ്സ് ഫ്ലാറ്റ്സ് ഒക്കെ മേടിക്കാനുള്ള ഒരു ബഡ്ജറ്റ് ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ചോയ്സ് ആണ്. നിങ്ങൾ ഇത് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ വാടക കൊടുത്താൽ തന്നെ നമുക്കൊരു 25,000 to 30,000 രൂപ ഫുള്ളി ഫർണിഷ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാടക മേടിക്കാൻ പറ്റും ഇൻഡിപെൻഡന്റ് വീടിനെ. ഇതാണ് രണ്ടാമത്തെ നില ഫസ്റ്റ് ഫ്ലോറിലുള്ള വലിയ മാസ്റ്റർ ബെഡ്റൂം ഉള്ളത്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ട് താഴെയുള്ള കിച്ചണും ഇവിടുത്തെ ഉള്ള ഈ ഒരു സ്പേസോടും കൂടിയിട്ടുള്ള വലിയ ഒരു ബെഡ്റൂമാണ്. ഇവിടെ നമുക്കൊരു ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. മേളിലേക്ക് കയറി വരുമ്പോൾ നമുക്കൊരു മിനി ഹാളും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ ചെറിയ ഫാമിലി, ഒരു ഹസ്ബൻഡ് വൈഫ് 2 പിള്ളേരോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. പ്രൈം ലൊക്കേഷനാണ്. ഇതാണ് മിനി ബാൽക്കണി വരുന്നത്. ലോൺ കാര്യങ്ങൾ എല്ലാ ബാങ്കുകളും ലോൺ ആക്സെപ്റ്റഡ് ആണ്. നമുക്ക് ലോൺ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൽ ഉപയോഗിച്ചിട്ടിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം ഗ്യാരണ്ടി ആണ്. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 55 ലക്ഷം രൂപ ചോദിക്കുന്ന നെഗോഷ്യബിൾ പ്രൈസ് ആണ്. നമ്മളെല്ലാ ബാങ്കുകളിലും അത് ലോൺ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. തൊട്ട് സൈഡിലാണ് നമുക്ക് ഇതിന്റെ ബാൽക്കണി വരുന്നത്. ഈ കാണുന്നതാണ് ബാൽക്കണി വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മുനിസിപ്പാലിറ്റി റോഡ് ഫ്രണ്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. ഈ കാണുന്ന മുനിസിപ്പാലിറ്റി റോഡാണ്. നമ്മുടെ തൊട്ട് ബാക്ക് സൈഡും റോഡ് വരുന്നുണ്ട്. ഈ കാണുന്നത് നേരെ NGO ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ പറ്റുന്ന അത്യാവശ്യം ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവില് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 55 ലക്ഷം രൂപക്ക് ഇത് റെന്റിന് കൊടുത്താൽ തന്നെ ഏകദേശം ഒരു 30,000 രൂപ അടുത്ത് നമുക്ക് വാടക ലഭിക്കും. കാര്യം എന്താ വെച്ചാൽ പുതിയ വീടാണ്, ഫുള്ളി ഫർണിഷ്ഡ് 2 BHK നിങ്ങൾ അന്വേഷണം മനസ്സിലാകും. ഒരു 25,000 to 30,000 രൂപ എന്തായാലും വാടക ലഭിക്കുന്നുണ്ട്. കാർ പാർക്കിംഗ് ഒക്കെ കൂടിയിട്ടാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തോളൂ. ഇതേപോലുള്ള റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. ബൈ.